ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ മാംഗോ ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ആദ്യമേ തന്നെ മാംഗോ ട്രഫിൾ കേക്കിന് വേണ്ടി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. ഞാനിവിടെ 1.25 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കാര്യം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെ പെർഫെക്റ്റായിട്ട് കേക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ 1.25 കപ്പ് മൈദ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കേക്കിന് കുറച്ചുകൂടെ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. കാര്യം ഞാൻ സ്ക്വയർ ഷേപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വൈഡായിട്ടിരിക്കും. അപ്പോൾ ഹൈറ്റ് ചിലപ്പോൾ കുറഞ്ഞു പോവും. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. തണുപ്പോട് കൂടി ഒരിക്കലും കേക്കിന് ബീറ്റ് ചെയ്യാൻ എടുക്കരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പതഞ്ഞ് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് മൈദ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര പൊടിച്ചതും 1.25 കപ്പ് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1.25 കപ്പ് പഞ്ചസാര പൗഡർഡ് ഷുഗർ കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് എഗ്ഗ് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഒരുമിച്ച് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. മുട്ട നല്ല ക്രീമി ടെക്സ്ചർ ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പ് കണ്ടില്ല. ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ട് എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടേബിൾ സ്പൂണിൽ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒന്ന് ലോ സ്പീഡിലിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ കുറേശ്ശെ ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും ചെറിയ ചൂടുള്ള പാലും ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മാംഗോ ക്രഷാണ്. അപ്പോൾ നമ്മൾ മാംഗോ ട്രഫിളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാംഗോയുടെ ക്രഷ് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്രഷ് ഇല്ലെങ്കിൽ കുറച്ച് മാംഗോ എസൻസ് ആണെങ്കിലും ചേർത്താൽ മതി. ക്രഷ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കുള്ളൂ. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഞാനൊരു ലൈറ്റ് യെല്ലോയിഷ് കളറിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ ചേർക്കാത്തത്. മാംഗോ ക്രഷ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ഉണ്ടാവും. അപ്പോൾ അത് തന്നെ മതിയാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ഫുഡ് കളറും കൂടെ ചേർത്ത് നല്ലൊരു യെല്ലോ കളറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്ക്വയർ ഷേപ്പ് മൗൾഡിൽ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പ് മൗൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിന് മുകളിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വൈഡായിട്ടുള്ള സ്ക്വയർ ഷേപ്പ് മൗൾഡാകുമ്പോൾ കുറച്ചുകൂടെ വൈഡായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1.25 കപ്പ് മൈദ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിന് കുറച്ചുകൂടെ ആ ഒരു ഹൈറ്റ് കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള കേക്ക് ലെയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ബിരിയാണി പോട്ടിലാണ് വെക്കുന്നത്. ബിരിയാണി പോട്ട് നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് നമുക്ക് ഈ കേക്ക് മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 1/2 മണിക്കൂർ വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഗനാഷി തയ്യാറാക്കാം. അപ്പോൾ ഇത് മാംഗോ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇതേപോലെ മാംഗോ ഫ്ലേവറിലും
എല്ലാ ഫ്ലേവറിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് മാംഗോ ഫ്ലേവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു കപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഒരു കപ്പ് മാംഗോ ചോക്ലേറ്റ് എടുക്കുക. ഇനി അതിലേക്ക് ഫ്രഷ് ക്രീം, അര കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുക. ഇത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. പിന്നെ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ഈ ഒരു പാകത്തിന് നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരുപാട് ലൂസായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക് 3 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അരമണിക്കൂർ വരെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് കേക്ക് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കേക്ക് ബോർഡിലേക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. കേക്ക് ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് വിപ്പിംഗ് ക്രീം സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കേക്കിൻ്റെ ഒരു സ്ലൈസ് ആദ്യമേ അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ടതൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന അളവിൽ ഷുഗർ സിറപ്പ് മെൽറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോഴും കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഷുഗർ സിറപ്പ് ഒന്ന് കേക്കിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം ആവുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഐസിങ് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. മുകളിലേക്ക് കുറച്ച് മാംഗോ ചോക്ലേറ്റ് ഗനാഷ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ ആ മാംഗോ ട്രഫിളിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഈ മാംഗോ ഗനാഷ് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടാറി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുള്ളൂ. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, എനിക്ക് ടൈം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഡയറക്റ്റായിട്ട് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ബാക്കിയുള്ള കേക്ക് സ്ലൈസസും ഇതേപോലെ തന്നെ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.
ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും വീണ്ടും ഒന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് വേണം ഇതിന് മുകളിലേക്ക് ഗനാഷെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഗനാഷെ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയതിന് ശേഷം ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ചെറിയൊരു ഹോളാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഗനാഷെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രിപ്പൊക്കെ കറക്റ്റായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ സെൻറ്റർ പോർഷനിലെ എല്ലാ ഭാഗത്തേക്കും കുറേശ്ശെ ഗനാഷെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലറ്റ് നൈഫ് കൊണ്ട് നമ്മൾ ഗനാഷ് ചെയ്യുമ്പോൾ എപ്പോഴും പയ്യെ വേണം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ക്രീം തേക്കുന്നത് പോലെ അധികം ഫോഴ്സിൽ ചെയ്യരുത്. പയ്യെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവുന്ന വിധത്തിലൊന്ന് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ക്രീമൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ള ഗനാഷ കൊണ്ട് നമുക്ക് സൈഡ്സൊക്കെ ഇതേപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ ഇതേപോലെ ആക്കി എല്ലാ ഭാഗത്തേക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗനാഷ എല്ലാ ഭാഗത്തേക്കും ഡ്രിപ്പ് എല്ലാ ഭാഗത്തേക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് വേണം ഇതിന് സൈഡിലേക്ക് നമുക്ക് ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ഞാനിവിടെ സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ താഴെ ബോർഡർ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഒന്ന് സൈഡ്സ് എല്ലാം ഒന്ന് ബോർഡർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബോർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു 2-3 ഫ്ലവേഴ്സും കൂടെ നമുക്ക് ഒരു ഭംഗിക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും ബാക്കി വന്ന ഗനാഷയും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ആ ഒരു ലൈറ്റ് ഒരു ക്രീമിഷ് കളറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിന്. എന്നിട്ട് ഇതിനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു ഫ്ലവർ നോസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്കിൽ ഫ്ലവേഴ്സ് വെക്കുന്നതെന്നുള്ളൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗനാഷ ഒഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ വെക്കുമ്പോൾ ചിലപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ക്രീം മെൽറ്റായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഗനാഷ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് ഗനാഷ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിന് മുകളിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ചും കൂടെ ഫ്ലവേഴ്സ്, ഒരു 4-5 ഫ്ലവേഴ്സ് ഞാനിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും നമുക്ക് ചെയ്തിട്ട് കേക്കിന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം.
മാംഗോ ട്രഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.